അതിലേറെ ഭൂരിപക്ഷം LDF പഞ്ചായത്തിൽ ലഭിക്കണം. UDF ഒരു വോട്ട് ചെയ്താൽ അത് BJPക്കാണ് സഹായകരം. അതുകൊണ്ട് BJP വിരുദ്ധ മനസ്സുള്ള മതവർഗീയതയ്ക്ക് പോരാടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ ഈ വേളയിൽ ആഗ്രഹമില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ബേപ്പൂർ പ്രഖ്യാപിക്കുന്ന ഒരു സന്ദേശം ചിലരുടെ ധാരണ പണത്തിന് മുകളിൽ പരുന്ത് പറക്കില്ല എന്നാണ്. എന്നാൽ പണത്തിന് മീതെ ബേപ്പൂർ പറക്കും എന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഈ കാണുന്നവരെല്ലാം ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇവിടെ ആരെയും പുറത്ത് പൈസ കൊടുത്ത് ഇറക്കിയവരല്ല. ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ എനിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് വീടുകളിൽ പോയത് ഈ മണ്ഡലത്തിലെ ജനങ്ങളാണ്. അവർ ഓരോരുത്തരും സ്വന്തം ജോലി ഉൾപ്പെടെ ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്തിറങ്ങിയതാണ്. അല്ലാതെ പുറമേ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും കൂലിക്കാളുമെന്നല്ല ഇവിടെ സ്ഫോടനങ്ങളുള്ളത്. ഇത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ കൂലിക്ക് പുറമേ നിന്ന് ആളെ കിട്ടും, ബോർഡ് വെക്കാൻ കിട്ടും, ചുമലെഴുതാൻ കിട്ടും, സ്ഫോടനങ്ങാൻ കിട്ടും. പക്ഷെ വോട്ട് ചെയ്യുന്നത് ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ് എന്നുള്ളത് ഓർക്കണം. അത് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് 5 വർഷം 1778 ദിവസം മന്ത്രി എന്ന ചുമതല വഹിക്കുമ്പോഴും എവിടെയുണ്ടെങ്കിലും ഒരു ദിവസം പോലും ഈ മണ്ണിനെ കുറിച്ച് ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തൊരു ദിവസമില്ല എന്നെനിക്ക് നെഞ്ചത്തെ കൈവച്ച് പറയാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ വിശ്വാസ്യതയെ പ്രാധാന്യത്തോടുകൂടി കാണുന്നവരെല്ലാം ഇത്തവണ LDFന് വോട്ട് ചെയ്യണം. എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാകും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നാളെ എന്ത് നിലപാടെടുക്കും, ഞാൻ നാളെ എന്ത് സമീപനമെടുക്കും, ഞാൻ നാളെ എന്ത് പ്രസ്താവന കൊടുക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമെന്നാൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, UDFന് വേണ്ടി പ്രവർത്തിക്കുന്ന, നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന നല്ലവരായ പ്രവർത്തകർക്ക് നാളെ നിങ്ങളുടെ UDF സ്ഥാനാർത്ഥി എന്ത് രാഷ്ട്രീയ സമീപനമെടുക്കും, എന്ത് രാഷ്ട്രീയ നിലപാടെടുക്കും, എന്ത് സമീപനമെടുക്കും എന്ന് പറയാൻ സാധിക്കുമോ? നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നൽകാൻ സാധിക്കുമോ? ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മതവർഗീയതക്കെതിരെ സ്വന്തം ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടാലും പോരാടാൻ നിങ്ങൾ തയ്യാറാണ്. അതാണ് ഇടതുപക്ഷം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇനിയുള്ള ചുരുങ്ങിയ സമയം നമ്മുടെ എല്ലാ ബന്ധങ്ങളും നമ്മുടെ ചിഹ്നം പോളിംഗ് മെഷീനിൽ നിന്നും മുകളിൽ നിന്നും രണ്ടാമത്തെ നമ്മുടെ ചിഹ്നമായ ചുറ്റിക്കരിവാൾ നക്ഷത്രത്തിൽ വോട്ടാക്കി മാറ്റാൻ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിവാദ്യങ്ങൾ. നിങ്ങൾ എല്ലാവരും എല്ലാ ബന്ധങ്ങളും ഉപയോഗപ്പെടുത്തണം. അഭിവാദ്യങ്ങൾ.